ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം ഞാൻ യൂട്യൂബിൽ മെയിനായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ യൂറോപ്പിൽ പോയ ആ വെക്കേഷൻ സീരീസ് ആണ്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ എന്താ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഈ വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോവാണ്. ഈ വീഡിയോ മാത്രമല്ല, ഒരു 2-3 വീഡിയോ ഇതിനിടയ്ക്ക് ഇപ്പം വരാൻ പോവാട്ടോ. അപ്പം ഇത് ഞാൻ പറയുമ്പോൾ എന്താണെന്ന് പറയുന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. ചെന്നൈയിലേക്ക് ഇങ്ങനെ നിപ്പിൽ ഒന്ന് വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പാണ്. അപ്പം ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിലോ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലോ പറയുന്നുണ്ടാവും. കാരണം ഈ വീഡിയോയിൽ അത് പറയുന്നില്ല. ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് മെയിനായിട്ട് നമ്മൾ ടി നഗറിൽ ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു റൂം ടൂറും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ റൂം ടൂർ വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ താജിൻ്റെ ക്ലബ് ഹൗസിലാണ്. കാണിച്ച മാല വെൽക്കം ഗാർലൻഡ്. ഇതെന്താ സംഭവം? തടിയാ? എന്തോ കമ്പിന്റെ മരക്കഷ്ണം കൊണ്ട് വെച്ച്. താജ് ക്ലബ് ഹൗസ് ചെന്നൈ. എന്ത് ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്? തുളസി മാലയാണ്, തുളസി മാല. കണ്ടോ? അപ്പം ഇവിടുത്തെ റൂം ടൂർ കാണിക്കാം. നിങ്ങൾക്ക് എന്നെ അവിടെ കാണുന്നില്ലേ? അവിടെ മിററുണ്ട്. അവിടെ മാത്രമല്ല, ഈ റൂമിൽ മിക്കയിടത്തും മിറേഴ്സാണ്. അപ്പം ഞാൻ റൂം ടൂർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ ടി നഗറിലേക്ക് പോവാം. സോ ഇതാണ് നമ്മളുടെ റൂം. ഇവിടെ നമ്മുടെ കോഫി മേക്കേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും കണ്ണാടി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നല്ല രസമുണ്ട്. ടേബിൾ ലാമ്പും ഒക്കെ ഉണ്ട്. ചെയറ്. പിന്നെ നമ്മൾ 5th ഫ്ലോറിലാണ് കേട്ടോ. ഇതാണ് വ്യൂ വരുന്നത്. സിറ്റി വ്യൂ ആണ്. ഇനി വാഷ്റൂമും കൂടെ ഉള്ളൂ. ഡോർ പറഞ്ഞേ വാഷ്റൂമിൻ്റെ. ഇതാണ് വാഷ്റൂം. താഴെ ഇങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ വാർഡ്രോബുകളുണ്ട്. ഇതൊക്കെ എന്താ? നല്ല സ്പേഷ്യസ് അല്ലേ? ഇവിടെയുണ്ട് ഡൈനിങ് ടേബിളുണ്ട്, അയൺ ബോക്സ് ഉണ്ട്, മറ്റേ ഷവർ ചപ്പൽ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതാണ് നമ്മളുടെ റൂം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളിപ്പോൾ ടി നഗറിൽ രംഗനാഥൻ എന്ന് പറയുന്ന സ്ട്രീറ്റിലാണ്, രംഗനാഥൻ സ്ട്രീറ്റ്. അപ്പം എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഡ്രസ്സ്, ചെരുപ്പ്, ജ്വല്ലറീസ് എല്ലാം ഉണ്ട്. സിമ്പിളായിട്ട്
തൂങ്ങിയ പോലെ കിടക്കും. ഇതിൻ്റെ ചെറുതുണ്ടോ നോക്കാം. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കുറേ കടാസൊക്കെ ഉണ്ട്. 100-ൽ താഴെ വരുന്ന നല്ല രസമുണ്ട്. പണ്ടത്തെ ഈ സ്പ്രിങ് വളയില്ലേ, ഇത് അതുപോലത്തെ. 여기 먹어. 아. Tiên na. Ti ti. Sai rồi na. Sai. നമ്മളിപ്പോൾ ദക്ഷിണ ചിത്ര ലിവിങ് ഹെറിറ്റേജ് മ്യൂസിയത്തിലാണുള്ളത്. ഇത് കുറച്ച് ചെന്നൈ സിറ്റിയിൽ നിന്നും കുറച്ച് ദൂരെ കേട്ടോ. അപ്പോൾ നമ്മളൊരു ഊബർ എടുത്തിങ്ങ് വന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ഒരു 4 സ്റ്റേറ്റ്സ്, കേരള, കർണാടക, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഈ 4 സ്റ്റേറ്റ്സിൽ പണ്ടുണ്ടായിരുന്ന വീടുകളുടെയൊക്കെ ഒരു റെപ്ലിക്ക ഇവിടെ അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ കുറേ വേറെ ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെറിറ്റേജ് വില്ലേജ് ടൂർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ടീനഗർ ആ ഒരു ഷോപ്പിംഗ് ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ. കയറി വരുമ്പോൾ തന്നെ നമുക്കിതാ ഇവിടുത്തെ ഒരു മാപ്പ് കാണാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാട് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെട്ടിനാട്, കാരക്കുടി ആ ഒരു ഏരിയയിലൊക്കെ കണ്ടുവരുന്ന വീട്, അതിൻ്റെ ഒരു റെപ്ലിക്കയുടെ ഫ്രണ്ടിലാണ്. അപ്പം നമുക്ക് ആദ്യം ഇതിനുള്ളിലേക്ക് പോയി നോക്കാം. നമ്മൾ ഈ ഒരു വില്ലേജ് ടൂറിൻ്റെ സ്റ്റാർട്ടിങ് തമിഴ്നാട് വെച്ചിട്ടാണ്. ചെട്ടിയാർ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ചെട്ടിനാട് ഹൗസസിൽ മെയിനായിട്ട് താമസിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ അവരുടെ പണ്ടത്തെ പെട്ടികൾ, പായ, ക്ലോക്ക് ഇതെല്ലാം കാണാൻ സാധിക്കും. പിന്നെ കയറി വരുന്നത് തന്നെ ഒരു സെൻട്രൽ കോർട്ട്യാർഡിലേക്കാണ്. ഇത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടല്ലേ. ഇവരുടെ ഫാമിലി ഗ്യാതറിങ്സ് ഒക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു സെൻട്രൽ കോർട്ട്യാർഡിൽ വെച്ചാണ്. നടുമുറ്റം പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രോപ്പർ വെന്റിലേഷന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. കലംകാരി പ്രിൻസ് ഇഷ്ടമല്ലാത്ത ഗേൾസ് ഉണ്ടോയെന്ന് തന്നെ സംശയമാണല്ലേ. അപ്പോൾ കലംകാരി പ്രിൻസിൻ്റെ ആ ഒരു ഹിസ്റ്ററി, അതിൻ്റെ ഗ്രോത്ത് ഇതെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്, ആ ബ്ലോക്സ് എല്ലാം വെച്ചിട്ടാണ് കേട്ടോ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്കത്. പിന്നെ നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഈ ചെട്ടിനാട് ഹൗസിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, കിച്ചൺ യൂട്ടൻസിൽസ് ഇതൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു.
ചെട്ടിനാട് ഹൗസിൽ നിന്നും നെക്സ്റ്റ് നമ്മൾ നേരെ എൻട്രി ചെയ്തത് അഗ്രഹാരത്തിലേക്കായിരുന്നു. അഗ്രഹാരം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. തമിഴ് ബ്രാഹ്മിൻസിൻ്റെ ഒരു കൂട്ടായ്മയാണ്, ഒരു ഏരിയയാണ് ഈ അഗ്രഹാരം എന്ന് പറയുന്നത്. പാലക്കാടും ഒക്കെ ഉണ്ട്. പാലക്കാടുള്ള തമിഴ് ബ്രാഹ്മിൻസ് ഒക്കെ താമസിക്കുന്ന സ്ഥലത്തിനെ അഗ്രഹാരം എന്നാണ് പറയുന്നത്. മലയാളത്തിൽ തന്നെ കുറേ മൂവീസിൽ അഗ്രഹാരം കാണിക്കുന്നുണ്ട്. ഈ ബിൽഡിങ്സിൽ എല്ലാത്തിലും നമുക്ക് കയറാൻ പറ്റില്ലായിരുന്നു. ചിലതിനകത്ത് കയറിയാൽ അവരുടെ ഈ ഒരു തമിഴ് ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇമ്പോർട്ടൻസ് ഓഫ് ടെമ്പിൾസ്, അതേപോലെ അവരുടെ കൾച്ചറൽ ആക്ടിവിറ്റീസിൻ്റെ ഡെപ്പിക്ഷൻസ് ഇതെല്ലാം കാണാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ പോയത് സൗത്ത് ഇന്ത്യയിലുള്ള വീവിംഗ് കമ്മ്യൂണിറ്റിയുടെ, അതായത് നെയ്ത്തുകാരുടെ ട്രഡീഷണൽ ഹോംസിലേക്കായിരുന്നു. അവരുടെ വീടുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലിവിങ് ആൻഡ് വർക്ക് സ്പേസ് രണ്ടും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് തമിഴ്നാടായിരുന്നു. അവിടുത്തെ അഗ്രഹാരം, അതേപോലെ ചെട്ടിനാട് ഹൗസസ്, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കേരളയിലേക്കാണ്. ഇവിടുത്തെ പഴയ ഇല്ലങ്ങൾ, അതേപോലെ ക്രിസ്ത്യൻസിൻ്റെ പഴയ ഹൗസസ്, പിന്നെ അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. പുതുപ്പള്ളി വീട്, ഇത് ശരിക്കും എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം, ആലപ്പാനത്ത്. അപ്പം ശരിക്കും കണ്ടപ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു എൻ്റെ തറവാടിൻ്റെയൊക്കെ, എൻ്റെ പഴയ തറവാടിൻ്റെയൊക്കെ ആ ഒരു ലുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് പുതുപ്പള്ളി വീട്. നമ്മുടെ ആറന്മുള കണ്ണാടികൾ വെച്ചിട്ടുണ്ട്. അതേപോലെ വിഷു ഡിസ്പ്ലേ, വിഷുവിൻ്റെ കണി. നമ്മുടെ നാട്ടിലെ അമ്മച്ചിമാരുടെ ചട്ടയും മുണ്ടും അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തൊരു ചായക്കടയുണ്ട്. ജ്യൂസ്, ചായ, കാപ്പി ഇതെല്ലാം കിട്ടും. ഇത് നാരങ്ങാവെള്ളം കുടിച്ചാലോ. ഈ പഴയ വീടുകൾ മാത്രമല്ല, ഇവിടെ ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ സെയിലിന് വെച്ചിട്ടുണ്ട്. കടകളും ഉണ്ട്. നല്ല രസമുണ്ട്. നല്ല കലംകാരി പ്രിന്റിൽ വരുന്ന ബാഗ്സ് ഒക്കെ ഉണ്ട്. കുറേ ഷോപ്സ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കർണാടക ചിക്മംഗ്ലൂരു ഹൗസാണ്.
space, subject to both good and bad energies. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പോട്ടറി മേക്കിങ്ങിൽ കൈവെക്കുന്നത്. ഇന്നേ വരെ ചെയ്യാത്തൊരു കാര്യം ആദ്യമായിട്ട് ചെയ്തതുകൊണ്ടാണോ എന്നറിയത്തില്ല, മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പം ഞങ്ങളവിടെ മൊത്തത്തിലൊരു 2 hours ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇനിയും സമയം അവിടെ വേണമായിരുന്നു എന്ന് തോന്നിപ്പോയി. അപ്പോൾ എന്തായാലും ഇനി ചെന്നൈ പോവുകയാണെങ്കിൽ ഞങ്ങളൊരു ഹാഫ് ഡേ എങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പോകുമെന്ന് ഉറപ്പാണ്. അപ്പം നിങ്ങളും ചെന്നൈയിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് നോട്ട് ചെയ്ത് വെച്ചുള്ള ദക്ഷിണ ചിത്ര വില്ലേജ് ഹെറിറ്റേജ് മ്യൂസിയം, ഇത് വരുന്നത് മുത്തുക്കാട് എന്ന് പറയുന്ന പ്ലേസിലാണ്. ചെന്നൈ സിറ്റിയിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ്. പക്ഷെ എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾ പോകണം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. പോട്ടറി മേക്കിംഗ് മാത്രമല്ല, വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ ട്രൈ ചെയ്യാം. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെന്നൈയിലെ ഫുഡ് വ്ലോഗുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.